ഇന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നാരങ്ങയാണ്. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇടണം. ഇതിലേക്ക് നാം കഴുകി വൃത്തിയാക്കി വെച്ച നാരങ്ങ ഇടാം. ഇത് നല്ലോണക്ക് ഇത് പൊട്ടി വരരുത്, അതിന് മുന്നേ എടുക്കണം. കാരണം നല്ലോണക്ക് വേഗണം. വെന്താൽ മാത്രം മതി, നല്ലോണം പൊട്ടി വരരുത്. പൊട്ടി വന്നാൽ അതിൻ്റെ കയ്പിറങ്ങും. നാരങ്ങ വേവിച്ചത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തുടച്ച് വച്ചേക്കുന്നതാണ്. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയ്പിറങ്ങും. ഇതിപ്പോൾ വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് വെക്കാം. ഉപ്പിട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകിടാം. കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇപ്പം വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണിൽ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. 7 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ശകലവും കൂടി ഇടാം കായപ്പൊടി. കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മസാല എല്ലാം ഒന്ന് പച്ച ഇത് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നാരങ്ങ തട്ടിയിടും. ചാറിനകത്തിരിക്കുന്നതും കൂടെ തട്ടിയിടും. നമ്മൾ 3 മണിക്കൂർ ഉപ്പിട്ടാണ് നാരങ്ങ അരിഞ്ഞു വെച്ചത്. ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ വേണ്ടുന്നവർക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.